ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 27-ാം അധ്യായം 2-ാമത് വാക്യം. എൻ്റെ ന്യായം നീക്കിക്കളഞ്ഞ ദൈവത്താണെ എന്ന് പറയുന്ന വാക്കാണ്. ഇയ്യോബ് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ സത്യം വെളിപ്പെട്ട് ന്യായം വെളിപ്പെട്ടു വരാത്തത് ദൈവത്തിൻ്റെ അറിവോടുകൂടിയാണ് എന്ന് ഓർപ്പിച്ച് പറയുകയാണ്. 8-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ബിൽദാദ് ഇയ്യോബിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ദൈവം ന്യായം മറിച്ചു കളയുമോ? സർവശക്തൻ നീതിയെ മറിച്ചു കളയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ 27-ാം അധ്യായത്തിൽ ഇയ്യോബ് പറയുകയാണ്, അത്യുന്നതനായ ദൈവം ന്യായം മറിച്ചു കളയുകയോ നീതിയെ മറിച്ചു കളയുകയോ അല്ല, അല്പകാലത്തേക്ക് ദൈവത്തിൻ്റെ ന്യായം വെളിപ്പെട്ടു വരാതെ അത് മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഓർപ്പിക്കുന്ന വാക്കുകളാണ് അവിടെ നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നത്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 59-ാമത് വാക്യം വായിക്കുമ്പോൾ, യഹോവേ, ഞാൻ അനുഭവിച്ച അന്യായം നീ കണ്ടിരിക്കുന്നു, എൻ്റെ വ്യവഹാരം തീർത്തു തരണമേ എന്ന് ഇസ്രായേൽ മക്കളുടെ ഒരാഴമായ പ്രാർത്ഥനയാണ്. കാരണം അവർ കരഞ്ഞ് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒരു ജലതടാകമായി ഒഴുകിയിറങ്ങുകയാണ്. അവർ കുണ്ടറയിൽ കിടക്കേണ്ട അവസ്ഥകളും മറ്റുള്ളവരുടെ കല്ലേറു കൊല്ലേണ്ട അവസ്ഥകളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ ന്യായവും വെളിപ്പെട്ടു വരാതിരിക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ മുമ്പിൽ ആഴമായി പ്രാർത്ഥിക്കുകയാണ്. യഹോവേ, ഞാൻ അനുഭവിച്ച അന്യായം നീ കണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ന്യായമായൊരു വ്യവഹാരം നടത്തി എൻ്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം തരാത്തത് എന്ന് ചോദിക്കുന്ന വാക്കുകളാണ്. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോഴും അവിടെ വായിക്കുകയും പറയുകയും ചെയ്യുന്നത്, കള്ളന്മാരുടെ കൂട്ടാളികൾ സമ്മാനപ്രിയരും പ്രതിഫലം കാക്ഷിക്കുന്നവരുമാകുന്നു. അവർ അനാഥന് ന്യായം നടത്തി കൊടുക്കുന്നില്ല. വിധവയുടെ വ്യവഹാരം അവരുടെ അടുക്കൽ വരുന്നതുമില്ല. ന്യായമെല്ലാം മറിക്കപ്പെട്ട് നീതിയെല്ലാം മറയ്ക്കപ്പെട്ട് ഭക്തന്മാർക്ക് നിലനിൽക്കുവാൻ കഴിയാത്ത ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നോർപ്പിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അല്പകാലത്തേക്ക് നമ്മുടെ ന്യായം വെളിവായി വന്നില്ല എങ്കിലും ന്യായമായ ആ സത്യത്തെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദിവസത്തിനു വേണ്ടി നാം കാത്തിരിക്കുന്നു എങ്കിൽ നിന്നെ നിന്ദിക്കുന്നവരുടെയും നമ്മെ അപമാനിക്കുന്നവരുടെയും നമ്മുടെ ന്യായം മറിച്ചു കളയുന്നവരുടെയും മുൻപിൽ നീതിമാനായ ദൈവം ന്യായം നടത്തി നമ്മെ സമൂഹത്തിൻ്റെ മുമ്പിൽ മാന്യതയോടെ നിർത്തുന്ന ദിവസമുണ്ട്. അതിനായി നമുക്കൊന്ന് കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ന്യായം വെളിവായി വരാതെ വരികയും അന്യായം ഞങ്ങളുടെ മേൽ തലപൊക്കി നിൽക്കുകയും ചെയ്യുന്ന ഘട്ടമുണ്ട്. എന്നാൽ ന്യായമായി വിധിക്കുന്നൊരു വിധികർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്ന ദിവസമുണ്ടെന്ന് മനസ്സിലാക്കി ആ ദിവസത്തിനു വേണ്ടി കാത്തിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.